പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരികയാണ്. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നതിന് കുറെ കാരണമുണ്ട്. വള വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണ്, കൈച്ചേന് വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണല്ലോ. കല്യാണം അത് പോകണ്ടെന്നാ പറയാ. എന്താ കാര്യം? ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി, നിക്കാഹ് ഇബാദത്താണെന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുമ്പോൾ അധികവും കുവൈത്ത് എയർലൈൻസിനൊക്കെ ടിക്കറ്റ് എടുത്താൽ നല്ല പൈസ കുറവ് കിട്ടും. അപ്പൊ കുവൈത്ത് എയറിന് എടുത്തു കഴിഞ്ഞാൽ കുവൈത്ത് എയർപോർട്ടിൽ 5 മണിക്കൂർ നിൽക്കണം. ഇവിടുന്ന് കുവൈത്ത് പോയി കുവൈത്തിൽ 5 മണിക്കൂർ നിന്നിട്ട് അവിടുന്ന് കണക്ഷനാണ് ഉണ്ടാവുക. ഇവിടുന്ന് കുവൈത്ത് എയർപോർട്ടിലേക്ക് എന്നാൽ കുവൈത്തിലെ കണക്ഷൻ ഫ്ലൈറ്റിലെ ആളുകൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 15x15 വലുപ്പമുള്ള ഒരു റൂമിൽ ഏകദേശം ഒരു ഫ്ലൈറ്റിലെ പകുതി ആൾക്കാരും 2 ബാത്റൂമും ഉണ്ടാവും. 5 മണിക്കൂർ അങ്ങനെ നിൽക്കണം. അത് സാരമില്ല, കാരണം ഉംറ ഇബാദത്താണ്. ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. നിക്കാഹില്, വൈവാഹിക ബന്ധത്തില്, കുടുംബജീവിതത്തില് അങ്ങനൊന്നും സഹിക്കാൻ തയ്യാറില്ല. എന്തേ കാരണം? കുടുംബജീവിതം ഇസ്ലാമിലെ ഇബാദത്താന്ന് മനസ്സിലായില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. ആദം വല്ലിപ്പ തുടങ്ങിയതാന്ന് മനസ്സിലായില്ല. 1,24,000 അമ്പിയാക്കള് ലോകത്ത് വന്നിട്ടുണ്ട്. അതിൽ പെണ്ണെട്ടാത്ത 2 നബിമാര് മാത്രമേ ഉള്ളൂ. ഒന്ന് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, പിന്നീട് സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാം. അതിൽ യഹ്യ നബിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. യഹ്യ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഒരു ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തഫ്സീർ തന്നെ പറഞ്ഞിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നല്ല, അതിൻ്റെ അർത്ഥം വ്യഭിചരിച്ചിട്ടില്ല എന്നാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ യഹ്യ നബി കല്യാണം കഴിച്ചോ ഇല്ല എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ കല്യാണം കഴിക്കാതിരുന്നിട്ടുള്ളത് ഒരു നബി മാത്രമേ ഉള്ളൂ, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. 1,24,000 അമ്പിയാക്കൾ വന്നതിൽ 1,23,999 നബിമാരും പെണ്ണെട്ടിയിട്ടുണ്ട്. അമ്പിയാക്കൾ ചെയ്ത ഒരു ഇബാദത്താണത് എന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഉമ്മ, ആ പെൺകുട്ടിയുടെ വാപ്പ, പുതിയാപ്പിളാകാൻ പോണ ആള്, ഓന്റെ വാപ്പ മനസ്സിലാക്കിയാൽ വിവാഹം ഇബാദത്തായിട്ട് നടക്കും. ഇത് മനസ്സിലായില്ലെങ്കിൽ വിവാഹം ആഘോഷമായിരിക്കും. അപ്പോൾ വെടിപൊട്ടും. വെടിപൊട്ടാതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആർഭാടങ്ങള്, മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ. എന്താ ഇസ്ലാമിലെ വിവാഹം ഇബാദത്താണ്, അത് മനസ്സിലായില്ല, അതാ പ്രശ്നം. ഇബാദത്താകുമ്പോൾ അതിനനുസരിച്ചുണ്ടാവില്ലേ. നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ജുമയൊക്കെ വരുന്നുണ്ടല്ലോ, സംഗതി നേരം വൈകിട്ടാണെങ്കിലും വേണ്ടാത്തൊന്നും ചെയ്യണില്ലല്ലോ. എന്താ കാര്യം? ജുമ ഇബാദത്താന്ന് മനസ്സിലായി, കല്യാണം ഇബാദത്താണെന്ന് മനസ്സിലായില്ല.